നേതാക്കൾ വരുമോ? എം.പിമാരാരും മത്സരിക്കില്ല കേട്ടോ. എം.പിമാരാരും മത്സരിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എം.പിമാർ മത്സരിച്ചാൽ ഒരാളെ നിർത്തിയാൽ, ഇപ്പോൾ കെ. സുധാകരൻ്റെ പേര് കേൾക്കുന്നു. ഒരാളെ നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ പടപടപടേന്ന് ഇങ്ങോട്ട് വരും. അപ്പോൾ എന്താണ്, ഒരു മിനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇവിടെ നടത്തേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളും ഇല്ലാതെയാകുമെന്നുള്ളതാണ്. അങ്ങനെയൊരു ആത്മഹത്യാപരമായ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പോകുമോ എന്നുള്ളതും നമ്മുടെ മുന്നിൽ ഒരു കൗതുകമായി നിൽക്കുന്നു. ബി.ജെ.പിയെ സംബന്ധിച്ച് വോട്ടിംഗ് ശതമാനം എങ്ങനെയാണ്? ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ നിന്നൊക്കെ ഏറ്റവും കുറഞ്ഞ 14.7% അത്രയ്ക്കും കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ നഗരപരിധിയിൽ മാത്രമേ വോട്ട് കിട്ടിയിട്ടുള്ളൂ എന്നുള്ള വിലയിരുത്തലുണ്ട്. ബാക്കി എല്ലായിടത്തും ഇടിയുകയാണ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ പല സ്ഥലത്തേക്ക് പടർന്നു എന്ന് പറയുമ്പോൾ വോട്ടിംഗ് ശതമാനം ഇത്രയധികം വീണത് ബി.ജെ.പിയും ഇരുത്തി ചിന്തിക്കുന്നുണ്ട്. എവിടെയൊക്കെയാണ് വീഴ്ച എന്നാലോചിക്കുന്നു. ഈ പറഞ്ഞ ചുമതലയുണ്ടായിരുന്ന നേതാക്കൾക്ക് പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് കേൾക്കുന്നു. അതൊക്കെ ഏത് അറ്റം വരെ പോകുമെന്ന് അറിയേണ്ടതുണ്ട്. അതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ക്രിസ്ത്യൻ സമുദായത്തെ കൂടി അവരെ കൂടി എന്താ പറയുക, ബി.ജെ.പിയോട് അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ വലിയ രീതിയിൽ നടത്തി അവരിൽ നിന്ന് തന്നെ കുറച്ച് നേതാക്കളെയൊക്കെ കണ്ടെത്തി കൊണ്ടുവരുമ്പോഴാണ് രാജ്യത്താകെ ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളുടെ വാർത്ത വരുന്നത്. എന്തിനാ പാലക്കാട് നടന്നു. പാലക്കാട് നടക്കുമ്പോൾ കരോൾ മര്യാദയ്ക്ക് നടത്തിയില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന രൂപത്തിൽ ഇവിടെ തന്നെ ചില ബി.ജെ.പി നേതാക്കൾ പ്രതികരിച്ചു. അതായത് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന നേതാക്കളുടെ പ്രതികരണമാണ്. ആ കുട്ടികളുടെ പിതാക്കൾ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ സഭയിൽ നിന്നടക്കമുള്ള സഭാപിതാക്കന്മാരുടെ പ്രതികരണമടക്കം ഇന്ന് വന്ന ദിവസം കൂടിയാണ്. അപ്പോൾ ചെറിയ ശ്രമം പോരാ, ഇനി എന്തെങ്കിലും നടത്താൻ എന്നുള്ളതാണ്.